ഇന്ന് ഞങ്ങൾ അങ്ങാടിപ്പുറം വരെ ഒന്ന് പോവാണ്. അങ്ങാടിപ്പുറത്ത് എൻ്റെ ഉമ്മാന്റെ വീടാണ്. അപ്പൊ അങ്ങോട്ടാണ് വൈകുന്നേരം ഒരു 7 മണിക്കാണ് ഞങ്ങൾ പോണത്. 7 മണിക്ക് ഞങ്ങൾക്ക് പെരിന്തൽമണ്ണക്ക് മാളിക്കുന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനാണ് പോകുന്നത്. ഈ ഒരു ടൈം വരെ പോവാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മാളിക്കുന്ന് വീട്ടിലെ പണിക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് പണി മാറ്റി പോട്ടെ വിചാരിച്ചിട്ടാണ് ഇതുവരെ നിന്നത്. ഞാനും എൻ്റെ ഉമ്മീന്റെ നാത്തൂനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങാടിപ്പുറത്തെ വീട്ടിലെത്തിയപ്പോ അങ്ങനെ അമ്മായി ഇത് നല്ല ചിക്കൻ മന്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഉമ്മാന്റെ വീട്ടിലേക്ക് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് നാളെ എറണാകുളം വരെ ഒന്ന് പോവാണ്ടായിരുന്നു. അപ്പൊ അതിന് അഞ്ചേരുവിനാണ് ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ ബസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് അഞ്ചേരുവിന് ബസ് കയറിയിട്ട് ഒരു 5 മിനിറ്റ് ബസ് നിർത്തിയത് പിന്നെ തൃശ്ശൂർ വന്നിട്ടാണ്. അതിലിടക്ക് ചെറുതായിട്ടൊന്ന് ഉറങ്ങി നീച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളത്തേക്ക് പോണത് നാത്തൂന് അവിടെ ഒരു കോളേജിൽ ചേർത്താൻ വേണ്ടിയിട്ടായി. അങ്ങനെ ബസ്സിലിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇശലുണ്ടായത് കൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ കയ്യിൽ കരുതണം നിർബന്ധമാണ്. ഞങ്ങളോട് കോളേജിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 10:30 മണിയൊക്കെ ആകുമ്പോഴേക്കാണ്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് കാരണം എത്താൻ വൈകിട്ടുണ്ട്. ഏതായാലും വൈകില്ലേ വിചാരിച്ചിട്ടേ ഞങ്ങൾ അവിടെ ഒരു തട്ടുകടി കയറിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അങ്ങനെ നീച്ച് പോകുന്നതല്ലേ. അതിന്റെ ഇടയ്ക്ക് പിന്നെ ബസ് എവിടെ നിർത്താത്തത് കൊണ്ട് തന്നെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കോളേജിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ പോകുന്നില്ല എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കോളേജിന്റെ ഉള്ളിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓളുടെ കൂടെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രൂട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഓരോ പേപ്പറുകൾ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ക്ലാസ് എടുക്കലും അതുപോലെ തന്നെ ഓരോ ഫീസ് അടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിയപ്പോൾ ഏകദേശം 12:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മാസത്തെ കോഴ്സാണ് ഓൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓളുടെ തന്നെ ഒരു ഹോസ്റ്റലിലാണ് ഓള് നിൽക്കുന്നത്. കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോലെ ഹോസ്റ്റലൊക്കെ പോയി കണ്ടോളിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ ലൊക്കേഷൻ ഒക്കെ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലഞ്ഞ തിരിഞ്ഞ് ഹോസ്റ്റലൊക്കെ കണ്ടെത്തിയപ്പോൾ ഇങ്ങനെ ടൈം ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിൽ കയറിയപ്പോൾ ടൈം ഏകദേശം 3 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പൊക്കിന് വിശന്ന് കുടലൊക്കെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മയും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നാത്തൂന് പിന്നെ ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് ഓള് ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ബസ്സിൽ കയറിയാലേ ഓള് ഛർദിക്കുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഫുഡ് കഴിക്കാതെ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ആലുവിക്കാണ് ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. ആലുവിന്ന് ഞങ്ങൾക്ക് പെരിന്തൽമണ്ണക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങോട്ട് കയറി. അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ ബസ് ഇപ്പൊ വരും എഴുതിയിട്ടേ ഞങ്ങൾ കുറെ നേരം കാത്തു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 7 മണി വരെയും ബസ് വരാത്തത് കൊണ്ടേ അവിടുന്ന് ഓരോ ചായയും കുടിച്ച് ഞങ്ങൾ പിന്നെ നേരെ തൃശ്ശൂർക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ഏകദേശം 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.